പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു വിജയം ആഗ്രഹിക്കുന്നവരല്ലേ നാം ഓരോരുത്തരും. ആത്മീകമായിട്ടുള്ള വിഷയത്തിലായിക്കൊള്ളട്ടെ, ഭൗതികമായിട്ടുള്ള വിഷയത്തിലായിക്കൊള്ളട്ടെ, ഒരു വിജയമാണ് പൊതുവെ നമ്മുടെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ വിജയത്തിൻ്റെ ചവിട്ടുപടികൾ എന്ന ഒരു വിഷയത്തെ ആധാരമാക്കി നാം തുടർമാനമായി ചില വീഡിയോകളിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ വിനീതമായി ക്ഷണിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1953 മെയ് മാസം 29 എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ എഡ്മണ്ട് ഹിലാരി ആ ഒരു കാര്യം ചെയ്യുവാൻ പലതവണ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. ഒരിക്കൽ താൻ ആ കൊടുമുടി കീഴടക്കുവാൻ പരിശ്രമിച്ചു, പരാജയപ്പെട്ട് പാതിവഴിയിൽ തൻ്റെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് ആ പർവ്വതനിരകൾ ഇറങ്ങുമ്പോൾ നിരാശ തൻ്റെ ഉള്ളത്തെ മൂടി. തനിക്കിനിയും ആ പർവ്വതത്തെ കീഴടക്കുവാൻ സാധിക്കുമോ എന്ന സംശയം തനിക്കുണ്ടായി. എന്നാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളത്തെ കീഴടക്കിയ ആ നിരാശയെ മറികടന്നു. അദ്ദേഹം ആ പർവ്വതത്തിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എവറസ്റ്റ് കൊടുമുടിയെ, നീ നിന്റെ പരമാവധി വളർന്നു കഴിഞ്ഞു, നിന്റെ വളർച്ച നിശ്ചലമായി. എന്നാൽ എഡ്മണ്ട് എന്ന ഞാൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നേക്കാൾ വളരുന്ന ഒരു ദിവസം അന്ന് ഞാൻ നിന്നെ കീഴടക്കും. താൻ പറഞ്ഞതുപോലെ പിന്നത്തേതിൽ താൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. താൻ കൊടുമുടി കീഴടക്കി വിജയശ്രീ ലാളിതനായി ഇങ്ങേ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ കാത്തുനിന്ന ചില പത്രപ്രവർത്തകരിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, പലതവണ പരിശ്രമിച്ചിട്ടും ആ ഉദ്യമം പരാജയപ്പെട്ടിട്ടും വീണ്ടും നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ പർവ്വതം കയറുവാൻ എങ്ങനെ നിങ്ങൾക്കതിനെ കീഴടക്കുവാൻ സാധിച്ചു? അദ്ദേഹം അതിനോട് പ്രതികരിച്ചു പറഞ്ഞ വാക്കുകൾ ഇന്നും വളരെ പ്രസിദ്ധമാണ്. ഞങ്ങൾക്ക് ഈ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുവാൻ കഴിഞ്ഞതിൻ്റെ കാരണം ഞങ്ങൾ ആദ്യം കീഴടക്കിയത് ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പർവ്വതത്തെയാണ്, ഞങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തിരുന്ന കൊടുമുടിയാണ്. അതേ പ്രിയരെ, നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ പർവ്വതമുണ്ടല്ലോ, ആ കൊടുമുടികളുണ്ടല്ലോ, എനിക്ക് സാധിക്കില്ല എന്ന ചിന്തയുണ്ടല്ലോ, ആ ചിന്തയെ ജയിക്കാതെ, അതിനെ കീഴടക്കാതെ അക്ഷരാർത്ഥത്തിലുള്ള പർവ്വതങ്ങളെ കീഴടക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു കാര്യം നാം പുതുതായി ചെയ്യാൻ തുടങ്ങുമ്പോൾ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കത് സാധിക്കുമോ എന്ന സംശയമുണ്ടാകാം. എന്നാൽ ആ സംശയമെന്ന കൊടുമുടിയെ കീഴടക്കാതെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. അതെ, വിജയത്തിൻ്റെ ഒന്നാമത്തെ ചവിട്ടുപടി ഇതാണ്: നമ്മുടെ ഉള്ളിലുള്ള കൊടുമുടിയെ കീഴടക്കുക. അതിനുശേഷമേ നമുക്ക് മുന്നിലുള്ള ദൗത്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. തുടർന്നും വീഡിയോസ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള പർവ്വതത്തെ കീഴടക്കി മുന്നേറാൻ കർത്താവ് നമ്മെ സഹായിക്കും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.